ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും നിജോസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ഒക്കെ ഇരിക്കുക കേട്ടോ. ഓവുലേഷൻ കഴിഞ്ഞ് ഈ 7 കാര്യങ്ങൾ തുടർച്ചയായിട്ട് ചെയ്യുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ പ്രഗ്നൻസി നഷ്ടമായി പോകാനായിട്ട് ചാൻസ് ഉണ്ട്. അതിപ്പോൾ ഫെർട്ടിലൈസേഷൻ നടന്നിട്ടുള്ളതാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഇംപ്ലാന്റേഷൻ ഫെയിൽ ആകാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ആ മിസ്റ്റേക്സ് ഏതൊക്കെയാണെന്ന് നിങ്ങൾ മസ്റ്റായിട്ട് അറിഞ്ഞിരിക്കേണ്ടതാണ്. വീഡിയോ ഫുള്ളായിട്ട് കാണുക. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഏറ്റവും ആദ്യത്തേതെന്ന് പറയുന്നത് ഓവുലേഷൻ കഴിഞ്ഞതിന് ശേഷം ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്യുന്നതാണ്. ഓവുലേഷൻ കഴിഞ്ഞിട്ടുള്ള സമയം എന്ന് പറയുന്നത് നമ്മൾ ശരീരത്തിന് എക്സ്ട്രാ ഒരു കെയർ കൊടുക്കേണ്ടതായിട്ടുള്ള സമയമാണ്. ഓവുലേഷൻ ഡേറ്റ് വരെയുള്ള സമയങ്ങളിൽ ഒന്നിടവിട്ടോ ഓരോ ദിവസമോ ഒരു ദിവസത്തിൽ 2 or 3 തവണയൊക്കെ നിങ്ങളുടെ താല്പര്യം അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ്. അത് നിങ്ങളുടെ ശരീരത്തിനകത്തേക്ക് പോകുന്ന സെമന്റെ അളവ് വർദ്ധിപ്പിക്കുന്നു, എളുപ്പത്തിൽ പ്രഗ്നന്റ് ആകാനായിട്ടുള്ള സാധ്യതയും നമുക്ക് വർദ്ധിപ്പിച്ചു തരുന്നു. എന്നാൽ ഓവുലേഷൻ കഴിഞ്ഞിട്ടുള്ള സമയത്ത് നമ്മൾ കുറച്ച് ശരീരത്തിന് റെസ്റ്റ് കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. ഒട്ടും തന്നെ ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്യരുത് എന്നല്ല ഉദ്ദേശിച്ചത്. ചില ആളുകൾ ഓവുലേഷന് മുൻപ് എങ്ങനെയാണോ ചെയ്തിരുന്നത് അതുപോലെ തന്നെ എല്ലാ ദിവസവും ഫിസിക്കൽ കോണ്ടാക്ട് കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകുന്നവരുണ്ട്. ആ ഒരു പ്രവണത നിങ്ങൾ കുറയ്ക്കുക. ഇത് കുറയ്ക്കേണ്ടത് ഒരു പ്രത്യേക കാറ്റഗറിയിൽ പെടുന്ന ആളുകളാണ്. ന്യൂലി മാരിഡ് ആയിട്ടുള്ള ആളുകൾ, അതായത് വിവാഹം കഴിഞ്ഞിട്ട് 1 വർഷം പോലും ആകാത്ത ആളുകളാണ് ഈ ഒരു വീഡിയോ കേൾക്കുന്നതെങ്കിൽ നിങ്ങൾ ഈ ടിപ്പ് ഫോളോ ചെയ്യേണ്ട ആവശ്യമില്ല. എന്നാൽ ഒരുപാട് വർഷങ്ങളായിട്ട് ഫെർട്ടിലിറ്റി ട്രീറ്റ്മെന്റുകൾ എടുക്കുന്നവരാണ് അല്ലെങ്കിൽ പ്രഗ്നന്റ് ആകാനായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ മസ്റ്റ് ആയിട്ട് ഈ ഒരു ടിപ്പ് ഫോളോ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. കാരണം ഒരുപാട് നാളുകളായിട്ട് നിങ്ങൾ പ്രഗ്നന്റ് ആയിട്ടില്ലെങ്കിൽ എന്തെങ്കിലും ഹെൽത്ത് കണ്ടീഷൻ നിങ്ങൾക്കുള്ളത് കൊണ്ടായിരിക്കും അല്ലെങ്കിൽ ഹസ്ബൻഡിനുള്ളത് കൊണ്ടായിരിക്കും ആ പ്രഗ്നൻസി നീണ്ടു പോകുന്നത്. അങ്ങനെയുള്ള സമയത്ത് നമ്മൾ ഈ മൈന്യൂട്ട് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുന്നത് പ്രഗ്നൻസി എളുപ്പത്തിൽ കിട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നു. സാധാരണ ഒരു ഗർഭിണിയുടെ ഫസ്റ്റ് ട്രൈമസ്റ്റർ നമുക്ക് അവിടെ സ്റ്റാർട്ട് ആകുന്നത് ലാസ്റ്റ് മന്ത് നമുക്ക് എന്നാണോ പീരീഡ് ആയത് ആ സമയം മുതലാണ്. ഒരുപാട് ഡോക്ടേഴ്സ് നമ്മൾ ഫസ്റ്റ് ആയിട്ട് അപ്പോയിന്റ്മെന്റ് എടുത്ത് കാണാൻ ചെല്ലുമ്പോൾ പ്രഗ്നൻസി സമയത്ത് നമ്മൾ ചെയ്യേണ്ടതും ചെയ്യാൻ പാടില്ലാത്തതുമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അവർ പറഞ്ഞു തരാറുണ്ട്. അതിൽ പല ഡോക്ടേഴ്സും എൻ്റെ ഡോക്ടറും എനിക്ക് പറഞ്ഞു തന്നതാണ് ഫസ്റ്റത്തെ ട്രൈമസ്റ്ററിൽ ഒട്ടും തന്നെ ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്യാൻ പാടില്ല. അതിനുശേഷം സെക്കൻഡ് ട്രൈമസ്റ്ററിലും തേർഡ് ട്രൈമസ്റ്ററിൽ ഡോക്ടർ പ്രശ്നമൊന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ നമുക്ക് ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്യാൻ പ്രശ്നങ്ങളൊന്നും തന്നെയില്ല. പക്ഷേ ഫസ്റ്റ് ട്രൈമസ്റ്റർ നമ്മൾ ശരീരത്തിന് കുറച്ച് കെയർ കൊടുക്കണം. ഈ ഫസ്റ്റ് ട്രൈമസ്റ്റർ നമുക്ക് ആകുന്നത് നമ്മുടെ ആ ഒരു LMP വെച്ചിട്ട് നോക്കുമ്പോഴേക്കും അടുത്ത പീരീഡ് മിസ് ആകുന്ന സമയത്ത് നമ്മുടെ ഫസ്റ്റ് ട്രൈമസ്റ്റർ കഴിഞ്ഞിട്ടുണ്ടാകും. ആ ഒരു കാൽക്കുലേഷൻ നമ്മൾ റഫ് ആയിട്ടുള്ള ഫിഗർ എടുത്തില്ലെങ്കിലും ഓവുലേഷൻ കഴിഞ്ഞിട്ടുള്ള സമയം നമ്മുടെ ഇംപ്ലാന്റേഷൻ നടക്കാനായിട്ട് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള സമയത്തും ഇംപ്ലാന്റേഷൻ കഴിയുന്ന സമയത്തും നിങ്ങൾ കോണ്ടാക്ട് ചെയ്യുന്നത് അവോയ്ഡ് ചെയ്യുക കേട്ടോ. ഇത് കേൾക്കുന്ന ആളുകൾ ഒരു തവണ ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്തു എന്ന് വിചാരിച്ചിട്ട് ഒരിക്കലും നിങ്ങളുടെ ഇംപ്ലാന്റേഷൻ ഫെയിൽ ആകില്ല. അത് ആലോചിച്ച് നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് കുറച്ചൊന്ന് അവോയ്ഡ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ തന്നെ ആണുങ്ങളാണ് കേൾക്കുന്നതെങ്കിൽ ഫോഴ്സ്ഫുള്ളി ഭാര്യയുമായിട്ട് ഫിസിക്കൽ കോണ്ടാക്റ്റിലോട്ട് ഏർപ്പെടാതിരിക്കുക. അതായത് ചില സ്ത്രീകൾക്ക് ഈ ഒരു കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കഴിയുമ്പോഴേക്കും ഇത് വേണ്ട എന്നുള്ളൊരു തോന്നൽ ഓവുലേഷൻ കഴിഞ്ഞിട്ട് ഉണ്ടാകും. അതുകൊണ്ട് അങ്ങനെയുള്ള സമയത്ത് നിങ്ങൾ ഭാര്യയുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് പോവുക. മനസ്സില്ലാ മനസ്സോടുകൂടി സ്ത്രീകൾ ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്യാനായിട്ട് ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ലൂബ്രിക്കേഷൻ ഉണ്ടാവില്ല, അവർക്ക് പെയിൻ ഉണ്ടാകും, അവർക്ക് മറ്റുള്ള ഡിസ്കംഫോർട്ടുകളൊക്കെ ഉണ്ടാകും. അതൊന്ന് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വീഡിയോ കേൾക്കുന്ന പുരുഷന്മാർ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ തന്നെ പല ആളുകൾക്കും പീരിയഡ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പീരിയഡ്സ് ഇൻഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്യുന്നത് കാരണമാകുന്നുണ്ട്. ചില ആളുകൾക്ക് യൂട്രസിൽ കോൺട്രാക്ഷൻസ് ഉണ്ടാവുന്നതിന് ഇത് കാരണമാകുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾ കഴിവതും ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ ഇത് അവോയ്ഡ് ചെയ്യാം കേട്ടോ. രണ്ടാമത്തെ മിസ്റ്റേക്ക് എന്ന് പറയുന്നത് നമ്മുടെ മീൽസ് സ്കിപ്പ് ചെയ്യുന്നവരാണ്. അതായത് ചില ആളുകൾ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്തിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ല, എന്തെങ്കിലും സ്നാക്സ് ആയിട്ട് എടുത്ത് കഴിച്ചിട്ട് ലഞ്ചിന് ആ ബ്രേക്ക്ഫാസ്റ്റും കൂടി കൂട്ടിച്ചേർത്ത് കഴിക്കുന്ന ആളുകളുണ്ട്. അതായത് ഒരു 10 മണിക്ക് കഴിയേണ്ട ഭക്ഷണം എന്തെങ്കിലും ജോലി തിരക്കുകൾ മൂലം 10 മണിക്ക് കഴിക്കാതെ 1 മണിയാകുമ്പോഴോ അല്ലെങ്കിൽ 12 മണിയാകുമ്പോഴോ ഫുഡ് കഴിക്കുന്നു. അല്ലെങ്കിൽ നമ്മൾ ഫുള്ളായിട്ട് മീൽ സ്കിപ്പ് ചെയ്ത് പോകുന്ന പ്രവണത അതൊരിക്കലും നിങ്ങൾ ചെയ്യാനായിട്ട് പാടില്ല. കാരണം നമ്മുടെ ബോഡി വർക്ക് ചെയ്യണമെങ്കിൽ ആ ബോഡിക്ക് വേണ്ടുന്ന കാര്യങ്ങൾ നമ്മൾ ശരീരത്തിന് കൊടുക്കണം. അത് നമ്മൾ ഫുഡിന്റെ ഫോംസിലൂടെയും ഡ്രിങ്ക്സിന്റെ ഫോംസിലൂടെയാണ് നമ്മൾ ശരീരത്തിലോട്ട് എത്തിച്ചു കൊടുക്കുന്നത്. ഇംപ്ലാന്റേഷൻ നടക്കുന്ന സമയത്ത് നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ഇംപ്ലാന്റേഷൻ നടക്കാൻ വേണ്ടിയിട്ട് ശരീരത്തിനെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ സപ്പോർട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കണം, ഹെൽത്തി ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ നമ്മൾ ഫോളോ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ കഴിവതും മീൽസ് സ്കിപ്പ് ചെയ്യാതിരിക്കുക. അതോടൊപ്പം തന്നെ കഴിക്കുന്ന മീൽസ് ഹെൽത്തി ആണെന്നുള്ള കാര്യവും കൂടി നിങ്ങൾ 10% ഉറപ്പുവരുത്തുക. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോഴേക്കും കടലയാണെങ്കിലും ചെറുപയർ, വൻപയർ, പരിപ്പ്, അതുപോലെ വെള്ളക്കടല തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. ഇതിൻ്റെയൊക്കെ കുറവ് വരുന്നത് നമ്മുടെ ശരീരത്തിലെ ന്യൂട്രിയൻസിന്റെ ഡെഫിഷ്യൻസീസ് ഉണ്ടാകുന്നതിന് കാരണമാവുന്നു. ഇപ്പോൾ നിങ്ങൾ പുട്ട് കടല അങ്ങനെയുള്ള കോമ്പിനേഷനാണ് എടുക്കുന്നതെങ്കിൽ പുട്ടിന്റെ അളവ് കുറച്ചിട്ട് കടലയുടെ അളവ് കൂട്ടാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. അതുപോലെ വെള്ളക്കടലയാണെങ്കിലും ചെറുപയറാണെങ്കിലും ഇതെല്ലാം നിങ്ങൾക്ക് ഹെൽത്തി ആയിട്ട് കഴിക്കാവുന്നതാണ്. ഇപ്പോൾ കഞ്ഞി കുടിക്കുന്നവരാണെങ്കിലും ആ ചോറിന്റെ അളവ് കുറച്ചിട്ട് കറിയുടെ അളവ് കൂട്ടാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ.
കൂടുതൽ മീൽസ് നമ്മൾ സ്കിപ്പ് ചെയ്യുന്നത് നമ്മുടെ ശരീരത്തിൽ ഗ്യാസ് ഫോം ചെയ്യുന്നതിന് കാരണമാകുന്നു. ഇത് കൂടുതൽ അസിഡിറ്റി ഉണ്ടാകുന്നു, നമ്മുടെ ഗട്ട് ഹെൽത്തിനെ അത് സാരമായിട്ട് തന്നെ ബാധിക്കുന്നു. ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ട് ഡൈജഷനെ അത് അഫക്ട് ചെയ്യുകയാണെങ്കിൽ അതുമൂലം നമ്മുടെ പ്രഗ്നൻസി ലേറ്റ് ആവാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പൊ നമ്മളായിട്ട് ലേറ്റ് ആവാനായിട്ടുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അടുത്തത് മൂന്നാമത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇംപ്ലാന്റേഷൻ നടന്നിട്ടുള്ള സമയങ്ങൾ അല്ലെങ്കിൽ നടക്കുന്ന സമയങ്ങളിൽ നിങ്ങൾ ജോലികൾ ചെയ്യുന്നത് കൊണ്ട് പ്രശ്നമില്ല. പക്ഷെ ഒരുപാട് കുമ്പിട്ട് നിവർന്നിട്ടുള്ള ജോലികൾ നിങ്ങൾ ചെയ്യാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അതായത് ഇപ്പോൾ വീട് തുടക്കുന്നത്, ഇംപ്ലാന്റേഷൻ നടക്കുന്ന സമയത്ത് നമ്മൾ കുറേ നേരം വെള്ളം എടുത്ത് ബക്കറ്റും വെള്ളവും മോപ്പുമായിട്ട് ഇങ്ങനെ നടന്നു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് നമ്മുടെ ലോവർ അബ്ഡമൻ പോർഷനിൽ അത് ഒരുപാട് സ്ട്രെയിൻ കൊടുക്കാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഇംപ്ലാന്റേഷൻ നടക്കുന്ന സമയത്തൊക്കെ നമ്മൾ ഒരുപാട് വെയിറ്റ് എടുക്കുന്നതും ശരീരത്തിന് നല്ലതല്ല. നിങ്ങൾ വെയിറ്റ് എടുക്കുന്ന സമയത്തൊന്ന് ആലോചിച്ച് നോക്കുക, നമ്മുടെ ഏറ്റവും കൂടുതൽ പ്രഷർ വരുന്നത് നമ്മുടെ ലോവർ അബ്ഡമൻ ഭാഗത്തായിരിക്കും. നമ്മൾ ബലം പിടിച്ചിട്ട് അത് എടുത്തു പോകുമ്പോൾ അത് ശരീരത്തിന് നല്ലതല്ല. ലോവർ അബ്ഡമൻ പോർഷനിൽ ഇംപ്ലാന്റേഷൻ നടക്കുന്ന പ്രോസസ്സ് നടക്കുന്നത് കൊണ്ട് കഴിവതും അതിലോട്ട് ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക. അതിനെ കൂടുതൽ ഡിഫിക്കൽട്ട് ആക്കുന്ന തരത്തിലുള്ള ആക്ടിവിറ്റീസ് നിങ്ങൾ ചെയ്യാതിരിക്കാൻ മസ്റ്റ് ആയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. നാലാമതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, പെയിൻ കില്ലേഴ്സ് ഉപയോഗിക്കാതിരിക്കുക. ഭയങ്കര വേദന വന്നു കഴിഞ്ഞാൽ നമുക്ക് പെയിൻ കില്ലേഴ്സ് ഉപയോഗിക്കാതെ നിവർത്തിയില്ല. പക്ഷേ അതൊരിക്കലും നിങ്ങൾ മെഡിക്കൽ സ്റ്റോറിൽ പോയി മേടിച്ച് കഴിക്കുന്നത് ആവരുത്. ഓവുലേഷൻ കഴിഞ്ഞതിന് ശേഷം അതുപോലെ ഓവുലേഷൻ നടക്കുന്ന സമയത്താണെങ്കിലും നമ്മൾ ഒരുപാട് പെയിൻ കില്ലേഴ്സ് യൂസ് ചെയ്യുകയാണെങ്കിൽ അത് നിങ്ങളുടെ ശരീരത്തിലെ ഹോർമോൺസിന്റെ പ്രവർത്തനത്തിനെ ഭയങ്കരമായിട്ട് തന്നെ അഫക്ട് ചെയ്യുന്നു. ഹോർമോൺസും ബ്രെയിനും തമ്മിലുള്ള ഒരു ബന്ധത്തിന് അത് കൃത്യമായിട്ട് കണക്ഷൻ കൊടുക്കുന്നതിൽ അതിലൊരു ബുദ്ധിമുട്ടുണ്ടാകുന്നു. കാരണം നമ്മുടെ പെയിൻ വരുന്നതിന് അത് മന്ദീഭവിപ്പിക്കുകയാണല്ലോ. അതേ എഫക്റ്റ് തന്നെ നമ്മളുടെ ആ ഒരു റീപ്രൊഡക്റ്റീവ് ഹോർമോൺസിന്റെ കാര്യത്തിലും ഉണ്ടാകാനായിട്ട് ചാൻസ് ഉണ്ട്. എന്ന് വെച്ചിട്ട് നമുക്ക് ഭയങ്കര വേദന വന്നു കഴിഞ്ഞാൽ ചേച്ചി പറഞ്ഞു അതുകൊണ്ട് പെയിൻ കില്ലർ ഒന്നും എടുക്കുന്നില്ല എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ഒരിക്കലും ഇരിക്കാനായിട്ട് പാടില്ല. നിങ്ങൾക്ക് വേദന വരികയാണെങ്കിൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് വരികയാണെങ്കിൽ നമ്മൾ തന്നെ പെയിൻ കില്ലേഴ്സ് ഉപയോഗിക്കുന്നതിന് മുൻപ് ഡോക്ടറെ കാണുക. ഫിസിഷ്യനെയോ അല്ലെങ്കിൽ MBBSന്റെ ആ ഒരു ഡിഗ്രിയുള്ള ഏതെങ്കിലും ഒരു ഡോക്ടറെ പോയിട്ട് നമ്മൾ കാണുക. കണ്ടതിന് ശേഷം ഈ ബുദ്ധിമുട്ട് നമുക്ക് ഉണ്ടെന്നുള്ള കാര്യം അവരോട് പറഞ്ഞു കൊടുക്കുക. അതുപോലെ തന്നെ നമ്മൾ പ്രഗ്നൻസി ട്രീറ്റ്മെന്റ് എടുക്കുന്നുണ്ട് അല്ലെങ്കിൽ പ്രഗ്നൻസി ട്രൈ ചെയ്യുന്ന സമയമാണിതെന്നുള്ളത് അവരോട് കൺവേ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഡോസേജ് അടങ്ങിയിട്ടുള്ള മെഡിസിൻ നമുക്ക് തരും. അങ്ങനെയുള്ള മെഡിസിൻ വേണം നമ്മൾ ഉപയോഗിക്കാനായിട്ട്. അതല്ലാതെ ഡയറക്റ്റ് മെഡിക്കൽ സ്റ്റോറിൽ പോയിട്ട് ഒരു പല്ലുവേദനയുടെ മരുന്ന് അല്ലെങ്കിൽ ഒരു തലവേദനയുടെ മരുന്ന്, ഒരു നടുവേദനയുടെ മരുന്ന് എന്ന് പറഞ്ഞ് നമ്മൾ മേടിച്ചു കഴിഞ്ഞാൽ അവർക്ക് അതിനെപ്പറ്റി ഒരുപാട് ഗ്രാഹ്യമുള്ള ആളുകളൊന്നും ആയിരിക്കില്ല ഇരിക്കുന്നത്. അപ്പോൾ അത് നമ്മുടെ ഇംപ്ലാന്റേഷൻ അഫക്ട് ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളും നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അടുത്തൊരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത് നമ്മൾ ഫിസിക്കലി ആക്റ്റീവ് അല്ലാത്തതാണ്. അതായത് ഫിസിക്കലി ആക്റ്റീവ് അല്ലാത്തതെന്ന് ഉദ്ദേശിച്ചത് നമ്മൾ ജോലി ചെയ്യാതിരിക്കുന്നതൊന്നുമല്ല കേട്ടോ. നമ്മൾ എക്സസൈസ് ചെയ്യാതിരിക്കുന്നതിനെയാണ് ഉദ്ദേശിച്ചത്. നമ്മൾ ഓവുലേഷൻ കഴിഞ്ഞിട്ടുള്ള സമയത്താണെങ്കിലും പലരും ശരീരത്തിന് ഒരുപാട് പാമ്പർ ചെയ്യുന്നുണ്ട്. അതായത് ഒന്നും ചെയ്യണ്ട, അങ്ങനെ ഒന്നിരിക്കാം എന്ന് വിചാരിക്കുന്ന ആളുകളുണ്ട്. ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞ ആ ജോലിയുടെ കാര്യം തന്നെ നമ്മൾ ഒരുപാട് തവണ ചെയ്താൽ മാത്രമേ അത് നമ്മുടെ വയറിനൊരു പ്രഷർ ആവുകയുള്ളൂ. അതല്ലാതെ നമ്മളിപ്പോൾ അടിച്ചു വാരുന്നത് കൊണ്ടോ ചെറുതായിട്ടൊന്ന് തുടക്കുന്നത് കൊണ്ടോ അങ്ങനെ ഒന്നും പ്രശ്നം നമുക്ക് ഉണ്ടാവില്ല. അതോടൊപ്പം തന്നെ നമ്മൾ ഫിസിക്കലി ആക്റ്റീവ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് എക്സസൈസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. കുറച്ച് ഇപ്പോൾ എക്സസൈസ് ചെയ്യാനായിട്ട് താല്പര്യം ഇല്ലെങ്കിൽ ജസ്റ്റ് വാക്കിംഗ് എങ്കിലും നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. മുറ്റത്ത് വാക്കിംഗ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അങ്ങനെ ചെയ്യാം, അല്ലാത്തവർക്ക് ടെറസിൽ ചെയ്യാം. ഒരു ഹെഡ്സെറ്റ് ഒക്കെ വെച്ചിട്ട് ഈവനിങ് സമയത്ത് നല്ല റിലാക്സ്ഡ് ആയിട്ടിരുന്ന് പാട്ടൊക്കെ കേട്ട് നമ്മൾ വാക്കിംഗ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കര ഹാപ്പി ആയിരിക്കും. ഒരു ഈവനിങ് സൺസെറ്റിന്റെ സമയത്തൊക്കെ ഒന്ന് ടെറസിൽ കയറി നോക്കൂ, ഭയങ്കര ഒരു എഫക്റ്റ് ആയിരിക്കും. ഒരു കൂളിംഗ് ആയിട്ടുള്ള എഫക്റ്റ്, നമുക്ക് ഭയങ്കര മൈൻഡ് റിലാക്സ് ആവും, നമ്മുടെ ഐസ് ഭയങ്കര റിലാക്സ് ആവും. അതായത് നമ്മൾ സൺസെറ്റ് കാണുന്നു, ബേർഡ്സ് പറന്നു പോകുന്നത് കാണുന്നു, ഇതെല്ലാം കാണുമ്പോഴേക്കും നമുക്ക് ഒരുപാട് ഹാപ്പി ഹോർമോൺസ് നമ്മൾ കാണുന്നതിലൂടെയും നമ്മൾ ഫീൽ ചെയ്യുന്നതിലൂടെയും ഒരുപാട് ഹാപ്പി ഹോർമോൺസ് നമ്മുടെ ശരീരത്തിൽ ഡെവലപ്പ് ആകും. ഇതെല്ലാം നമ്മുടെ ഇംപ്ലാന്റേഷൻ നടക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നവയാണ്. ഒപ്പം നമ്മൾ വാക്കിംഗ് കൂടി ചെയ്യുമ്പോഴേക്കും ബ്ലഡ് സർക്കുലേഷൻ കൂടും, ആ ഭാഗത്തോട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും നോർമലായിട്ട് നടക്കും. അതുകൊണ്ട് ഒരു എക്സസൈസും ചെയ്യാൻ താല്പര്യമില്ലാത്തവർ രാവിലെയും വൈകുന്നേരമെങ്കിലും ഒരു 15 to 20 minutes അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ വാക്കിംഗ് ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെയും നിങ്ങൾ വാക്കിംഗ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അടുത്തൊരു മിസ്റ്റേക്ക് ആണ് PCODയും തൈറോയിഡും ഉള്ള ആളുകൾ ഏറ്റവും കൂടുതൽ ചെയ്യുന്നത്. ചില ആളുകൾ തൈറോയിഡും PCOD ഒക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് കൺട്രോൾ ചെയ്യാതെ പ്രഗ്നൻസിയിലോട്ട് നേരിട്ട് അങ്ങോട്ട് ഇറങ്ങും. നമ്മൾ സാധാരണയായിട്ട് ചെയ്യേണ്ടത് PCOD ഉള്ളവരാണെങ്കിലും തൈറോയിഡ് ഉള്ളവരാണെങ്കിലും അത് ഏറ്റവും കൂടുതൽ നമ്മുടെ ഓവുലേഷനെ അഫക്ട് ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട്. നമ്മുടെ എഗ്ഗിന്റെ ക്വാളിറ്റി അത് അഫക്ട് ചെയ്യുകയാണെങ്കിൽ അതുമൂലം പ്രഗ്നന്റ് ആകാനായിട്ട് ചാൻസസ് ഒരുപാട് നീണ്ടുപോകും. നമ്മൾ അണ്ടം അതൊന്ന് പൊട്ടിയാൽ തന്നെ ചിലപ്പോൾ ആ പൊട്ടുന്ന അണ്ടത്തിന്റെ ക്വാളിറ്റി ഉണ്ടാവില്ല. നമ്മുടെ HCGയുടെ 1, 2 ഒക്കെ ഷൂട്ട് എടുത്തതിന് ശേഷമായിരിക്കും, ഇഞ്ചക്ഷൻ എടുത്തതിന് ശേഷമായിരിക്കും ചിലപ്പോൾ അതങ്ങോട്ട് റപ്ചർ ആകുന്നത്. അങ്ങനെ റപ്ചർ ആകുന്ന അണ്ടത്തിന് ചിലപ്പോൾ അവിടെ ക്വാളിറ്റി ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത്, ഇപ്പം നിങ്ങൾക്ക് PCOD ഉണ്ടെങ്കിലോ ഒരു തൈറോയിഡ് ഉണ്ടെങ്കിലോ ഗൈനക്കോളജിസ്റ്റിനെ സമീപിച്ചിട്ട് എത്ര നാൾ ഞാൻ PCOD കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ മെഡിസിൻ എടുക്കണം എന്നുള്ള കാര്യം നിങ്ങൾ ഏറ്റവും ആദ്യം ചോദിച്ച് മനസ്സിലാക്കണം. ഒരു 3 മാസമാണ് ഡോക്ടർ പറയുന്നതെങ്കിൽ ആ 3 മാസം കൃത്യമായിട്ട് നിങ്ങൾ PCODക്ക് വേണ്ടി മാത്രം ചെയ്യണം.
അതിൽ നിങ്ങളുടെ ഫെർട്ടിലിറ്റി അല്ലെങ്കിൽ നിങ്ങൾ പ്രഗ്നന്റ് ആകുക എന്നുള്ളത് രണ്ടാമത്തെ കാര്യമായിട്ട് നിങ്ങൾ മാറ്റിവെക്കുക. ഏറ്റവും ആദ്യത്തെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് PCOD ആണ്, അല്ലെങ്കിൽ തൈറോയിഡാണ്. PCODക്ക് നിങ്ങളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ള ഒരുപാട് വീഡിയോസ് യൂട്യൂബിലുണ്ട്. നമ്മുടെ ചാനലിൽ തന്നെ PCOD ദിജോസ് വേൾഡ് എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് കിട്ടും. അതിനേക്കാളും ഒരുപാട് നല്ല പോയിന്റ്സ് ആയിരിക്കും ഒരു ഗൈനിക്കിന് നിങ്ങളോട് പറഞ്ഞു തരാനായിട്ടുള്ളത്. അതുകൊണ്ട് ഡോക്ടറോട് നിങ്ങൾ ചോദിക്കുക, എൻ്റെ PCOD കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് എന്തെല്ലാം കാര്യങ്ങൾ ഫോളോ ചെയ്യാൻ പറ്റും. അപ്പോൾ ഡോക്ടർ ഇന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരും. നിങ്ങളുടെ വെയിറ്റ് കുറയ്ക്കുക, നിങ്ങളുടെ ഫുഡ് കുറയ്ക്കുക, നിങ്ങളെ ആക്റ്റീവ് ആയിട്ടിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഡോക്ടർ നമുക്ക് പറഞ്ഞു തരും. അതെല്ലാം കൃത്യമായിട്ട് നിങ്ങൾ ഈ 3 മാസവും ഫോളോ ചെയ്യണം. ദെൻ 4ാമത്തെ മാസം നിങ്ങൾ PCODയുടെ മെറ്റ്ഫോർമിൻ മെഡിസിൻ സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഓവുലേഷൻ കൃത്യമായിട്ട് നടക്കാനായിട്ട് തുടങ്ങും. ബ്ലീഡിംഗ് എല്ലാം പ്രോപ്പർ ആകും. ഓവുലേഷന്റെ സിംറ്റംസ് നിങ്ങൾക്ക് കാണാനായിട്ട് തുടങ്ങും. അപ്പോൾ ഈ 3 മാസവും നിങ്ങൾ ചെയ്യേണ്ടത് മെഡിസിൻസിനെ മാത്രം ട്രസ്റ്റ് ചെയ്തിരിക്കലല്ല, നിങ്ങളുടെ വെയിറ്റ് മോണിറ്റർ ചെയ്യുക, നിങ്ങളുടെ ഫുഡ് നോക്കുക, നിങ്ങളുടെ ഡയറ്റ് നോക്കുക. എല്ലാ കാര്യങ്ങളും ചെയ്ത് കഴിയുമ്പോഴേക്കും നമുക്ക് പ്രഗ്നന്റ് ആകാനായിട്ട് സാധിക്കും. തൈറോയ്ഡ് ഉള്ള ആളുകളാണെങ്കിലും തൈറോയ്ഡ് ഒന്ന് ഒരുപാട് ഹെവി ആണെങ്കിൽ അതൊന്ന് നോർമലൈസ് ചെയ്തതിന് ശേഷം പ്രഗ്നൻസി നോക്കുക, അല്ലെങ്കിൽ നമുക്ക് നീണ്ടു പോകാനായിട്ട് ചാൻസ് ഉണ്ട്. അതോടൊപ്പം തന്നെ PCODയും തൈറോയ്ഡും നമുക്ക് കൺട്രോളിലല്ല എങ്കിൽ പ്രഗ്നൻസി ആകുന്നവർക്കും മിസ്കാരേജ് ഉണ്ടാവാനായിട്ടുള്ള ചാൻസസ് വളരെയധികം കൂടുതലാണ്. നമ്മൾ കൈ കിട്ടിയത് നഷ്ടപ്പെടുത്തുന്നതിനേക്കാളും നല്ലതാണ് കൈ കിട്ടുന്ന സമയം വരെ നമ്മൾ അതിന് വേണ്ടിയിട്ട് നല്ലതുപോലെ പ്രവർത്തിക്കുന്നത് കേട്ടോ. അടുത്തത് പലരും ചെയ്യുന്ന ഒരു മിസ്റ്റേക്കാണ് ഡ്രിങ്കിങ്ങും സ്മോക്കിങ്ങും ആയിട്ടുള്ള ഹാബിറ്റ്സ്. നിങ്ങളത് ചെയ്യുന്നു എന്നല്ല ഉദ്ദേശിച്ചത്, അങ്ങനെ ചെയ്യുന്ന ആ ഒരു ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അതൊരിക്കലും 100% തെറ്റായിട്ടുള്ള കാര്യമാണെന്ന് ഞാൻ പറയില്ല. പക്ഷേ ഫെർട്ടിലിറ്റി ട്രീറ്റ്മെന്റുകൾ എടുക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഡ്രിങ്കിങ്ങും സ്മോക്കിങ്ങും ഹാബിറ്റ്സ് നിങ്ങൾക്കുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോപ്പ് ചെയ്യാനായിട്ട് നോക്കുക. ആ ഡെലിവറി കഴിഞ്ഞതിന് ശേഷം ഫീഡ് ചെയ്യുന്ന സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ ബോഡിയാണ്, നിങ്ങളുടെ ഇഷ്ടമാണ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യും. അതല്ലാത്ത സമയത്ത് നിങ്ങൾക്ക് ഡ്രിങ്കിങ്ങോ സ്മോക്കിങ്ങോ ഹാബിറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റ് ആയിട്ട് അതിൽ നിന്ന് ക്വിറ്റ് ചെയ്യുക. ഹസ്ബൻഡ് അത് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് നിങ്ങൾ ഹസ്ബൻഡിനെയും കൂടി പിന്തിരിപ്പിക്കുക. കാരണം രണ്ടുപേരും ഈക്വലി ഇൻവോൾവ് ആയി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് പ്രഗ്നൻസി കിട്ടുകയുള്ളൂ. ഹസ്ബൻഡിന്റെ സെമൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായി കഴിഞ്ഞാൽ നമുക്ക് പ്രഗ്നൻസി കിട്ടില്ലല്ലോ. ആ കാര്യം കൂടി നിങ്ങൾ ഹസ്ബൻഡിനെ പറഞ്ഞ് മനസ്സിലാക്കുക. ഇൻ കേസ് അദ്ദേഹം സ്മോക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ സ്മെല്ല് നിങ്ങൾ വലിച്ചു കയറ്റുന്നതും നിങ്ങൾക്കും നിങ്ങളുടെ കുഞ്ഞിനും ഹാർംഫുൾ ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതും നിങ്ങൾ മനസ്സിൽ പ്രോപ്പറായിട്ട് വെക്കുക കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഓവുലേഷൻ കഴിഞ്ഞിട്ട് പ്രോപ്പറായിട്ട് ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പ്രഗ്നൻസി അവിടെ ഈസിലി പോസിബിൾ ആകും. ആ കാര്യങ്ങൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുമെന്ന് വിശ്വസിക്കുന്നു. ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമൻസ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണോ അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമൻറ്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് സൈക്കിൾ ലെങ്ത്. കഴിഞ്ഞ മാസം ഒരു 8-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ ഈ മാസം 6-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ കഴിഞ്ഞ മാസം 8-ാം തീയതി മുതൽ ഈ മാസം 6-ാം തീയതി വരെ എത്ര ദിവസമുണ്ടോ അത് കാലണ്ടറിൽ എണ്ണി തിട്ടപ്പെടുന്നതാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത്. സൈക്കിൾ ലെങ്ത് നമ്മൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓവുലേഷൻ ഡേറ്റ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസും ഒരുപാട് ഓൺലൈൻ ആയിട്ടുള്ള വെബ്സൈറ്റുകളും ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ ട്രാക്കർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആപ്ലിക്കേഷൻസ് കിട്ടും. അത് പറ്റുന്നില്ല എങ്കിൽ ഗൂഗിളിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ കാൽക്കുലേറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് കിട്ടും. അതിൽ നിങ്ങളുടെ ലാസ്റ്റ് മന്തിലെ മെൻസ്ട്രേഷൻ്റെ ഡേറ്റും ഒപ്പം ഞാൻ ഈ പറഞ്ഞ രീതിക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സൈക്കിൾ ലെങ്ത്തും എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഫെർട്ടൈൽ ടൈം പീരീഡും നിങ്ങൾക്ക് കിട്ടും. അതായത് എത്ര ദിവസം മുതൽ കോൺടാക്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രഗ്നൻ്റ് ആകും എന്നുള്ളൊരു ഡേറ്റും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടും കേട്ടോ. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് സൈക്കിൾ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു കലണ്ടറിൽ നോക്കി തന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. പല മാസങ്ങളിലും 30-31 ദിവസമുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഒപ്പം നിങ്ങൾക്ക് ബ്ലീഡിങ് തുടങ്ങിയ ദിവസത്തിന് വേണം നിങ്ങൾ ഡേ 1 ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. സ്പോട്ടിങ് തുടങ്ങിയ ദിവസത്തിനെ, അതായത് ചെറുതായിട്ട് ഡിസ്ചാർജ് പോയി തുടങ്ങിയ ദിവസത്തിനെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.